ഹലോ 20th സെഞ്ച്വറി മലയാളം ലിറ്ററേച്ചർ ട്രാൻസ്ലേഷൻ എന്ന പേപ്പറിൽ ഫിക്ഷൻ്റെ സെക്ഷനിലെ രണ്ടാമത്തെ സ്റ്റോറിയാണ് നോക്കുന്നത്. ടൈറ്റിൽ ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ, റിട്ടൺ ബൈ സാറ ജോസഫ്. ലെറ്റ്സ് റീഡ് ദ ഇൻട്രൊഡക്ഷൻ അബൌട്ട് ദ ഓഥർ. Sarah Joseph is a strong feminist writer, critic, social activist, and votary of environmental rights. She is the founder of the women's collective named Manushi that works towards empowering women, rehabilitating rape victims, fighting flesh trade, dowry deaths, illegal confiscation of Adivasi land, environmental pollution, and other public causes. Sarah Joseph is also associated with Manavi, a women's organization that seeks to fight for equal rights for women in their workplaces. To an interviewer's question as to what she preferred to be known as, a feminist or a writer, Sarah Joseph replied, "Those are two different aspects. To be a feminist is a political proposition. To be a writer is just be a writer. I prefer to be known as a writer. But most of Sarah Joseph's works are powerful discourses on gender politics too. Her Pudu Ramayana, a subversive retelling of the Ramayana, is perhaps the best example of it." So, Sarah Joseph was born in 1946. She is a writer as well as a feminist, an activist, and a critic. മാനുഷി എന്നത് സാറ ജോസഫ് ഫൗണ്ട് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. സ്ത്രീകളെ എംപവർ ചെയ്യാനായിട്ടും അതുപോലെ റേപ്പ് വിക്ടിംസിന് റീഹാബിലിറ്റ് ചെയ്യാനായിട്ടും അതുപോലെ ഫ്ലഷ് ട്രേഡ് ഇത് ഇല്ലാതാക്കുക, ഡൗറി ഡെത്ത് ഇല്ലാതാക്കുക, അതുപോലെ തന്നെ ആദിവാസി ലാൻഡിന് അനധികൃതമായിട്ട് കയ്യേറുന്നത് അതിനെ അവസാനിപ്പിക്കുക, അതുപോലെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ, ഇങ്ങനെ പല പല സോഷ്യൽ ഇഷ്യൂസിനെയും കൈകാര്യം ചെയ്യാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ് മാനുഷി. അതുപോലെ തന്നെ മറ്റൊരു അസോസിയേഷനാണ് മാനവി, അതും ഒരു വിമൻസ് ഓർഗനൈസേഷനാണ്. വർക്ക് പ്ലേസസിൽ സ്ത്രീകൾക്ക് ഈക്വൽ റൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് അവരുടെ അവകാശങ്ങൾ നേടിയെടുക്കാനായിട്ട് സ്ഥാപിച്ചിട്ടുള്ള ഒരു ഓർഗനൈസേഷനാണ്. ഒരു ഇൻ്റർവ്യൂവറോട് അവർ പറയുന്നത് അവരൊരു റൈറ്ററായിട്ട് ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത് ദാൻ എ ഫെമിനിസ്റ്റ്. സാറ ജോസഫിൻ്റെ പുതു രാമായണം ശരിക്കുമുള്ള രാമായണത്തിൻ്റെ ഒരു റീടെല്ലിംഗ് ആയിരുന്നു. അതിനകത്ത് ജെൻഡർ ഇഷ്യൂസാണ് അവർ കൈകാര്യം ചെയ്യുന്നത്. സാറ ജോസഫ് ലിറ്റററി ഔട്ട്പുട്ട് ഈസ് ട്രമൻഡസ്. ഷീ ഹാസ് റിട്ടൺ മെനി നോവൽസ്. ആലാഹയുടെ പെൺമക്കൾ, മാറാത്തി, ഒതപ്പ്, ഊരുകാവൽ, ആദി, ബുധിനി, and so on. Besides, she has published numerous short story collections such as കാടിൻ്റെ സംഗീതം, പാവത്തറ, ഒടുവിലത്തെ സൂര്യകാന്തി, കാടിത് കണ്ടായോ കാന്ത, നിലാവ് അറിയുന്നു, etc. She has won the Kerala Sahitya Academy Award and the Central Sahitya Academy Awards. ബുധിനി won the Flute Award. നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ എന്നുള്ളത് ഓരോരോ എഴുത്തുകാരിയുടെ ഉള്ളിലും എന്നുള്ള ഒരു സ്റ്റോറിയുടെ ട്രാൻസ്ലേഷനാണ്. ഈ സ്റ്റോറി ട്രാൻസ്ലേറ്റ് ചെയ്തത് വി.സി. ഹാരിസ് ആണ്. ഇതിനകത്ത് മെയിൻ തീം എന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ തീമാണ്. എവരി ഹ്യൂമൻ ബീങ് ഹാസ് എ ഡിസയർ ഫോർ ഫ്രീഡം. എല്ലാവർക്കുള്ള ഒരു ആഗ്രഹമാണ് ഫ്രീഡം എന്നുള്ളത്. അത് എസ്പെഷ്യലി അതൊരു വുമൺ റൈറ്റർ ആണെങ്കിൽ, ഒരു സ്ത്രീ ആണെങ്കിൽ ആ ഒരു ഫ്രീഡം എന്നുള്ളത് ഒരുപാട് ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. പ്രത്യേകിച്ചും ഒരു ഡൊമസ്റ്റിക് ലൈഫിൽ അവരുടെ റെസ്പോൺസിബിലിറ്റീസൊക്കെ ഒരുപാട് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സ്ത്രീക്ക് ഫ്രീഡം കിട്ടുക അല്ലെങ്കിൽ അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക, അതിനുള്ള സമയം കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ ഒരു റൈറ്റർ എന്നൊരു അല്ലെങ്കിൽ റൈറ്റിങ്ങിൽ താല്പര്യമുള്ളൊരു സ്ത്രീയാണെങ്കിൽ അവരുടെ ആ ഒരു ലോങ്ങിങ്, ഫ്രീഡത്തിന് വേണ്ടിയുള്ള അവരുടെ ലോങ്ങിങ് എന്ന് പറയുന്നത് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു തീം ബേസ് ചെയ്ത് എഴുതിയിട്ടുള്ളൊരു ഷോർട്ട് സ്റ്റോറിയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ള ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ. ഈ ഒരു ഷോർട്ട് സ്റ്റോറിയിൽ വളരെ കുറച്ച് ക്യാരക്ടേഴ്സ് മാത്രമേ ഉള്ളൂ. ഇതിൽ പ്രൊട്ടാഗണിസ്റ്റ് എന്ന് പറയുന്നത് ഒരു വുമണാണ്, ഒരു റൈറ്റർ കൂടെയാണ്. എന്നാൽ അവരുടെ പേര് പറയുന്നില്ല. നമുക്കൊരു നറേറ്റർ എന്ന് പറയാം. ആ സ്റ്റോറി പറയുന്നത് അവരുടെ ഒരു പെർസ്പെക്റ്റീവിലാണ്. നമുക്ക് അവരുടെ പേര് അറിയില്ല. അത് ഏതൊരു സ്ത്രീ വേണമെങ്കിലാകാം. എഴുതാൻ ആഗ്രഹിക്കുന്ന, എഴുത്തിന് ഇഷ്ടപ്പെടുന്ന, ഒരു റൈറ്ററാകാൻ കൊതിക്കുന്ന ഏതൊരു സ്ത്രീ വേണമെങ്കിലും ആകാം. പിന്നെ അവരുടെ ഹസ്ബൻഡിനെ കുറിച്ച് പറയുന്നു, പുരുഷോത്തമൻ. ഓക്കെ, ആ പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാകും എന്താണ് ഒരു സമൂഹം പറയുന്ന ഒരു ഉത്തമനായ പുരുഷൻ. ഓക്കെ, ഒരു പുരുഷോത്തമൻ ആണ് അവരുടെ ഹസ്ബൻഡ് എന്ന് പറയുന്നത്. പിന്നെ രണ്ട് ഇമാജിനറി ക്യാരക്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്. ഒന്ന്
നമ്മുടെ നറേറ്റർ അല്ലെങ്കിൽ ഈ കഥയിലെ കഥാപാത്രം പ്രൊട്ടാഗണിസ്റ്റ് കണ്ടെത്തിയിട്ടുള്ള ഒരു ഓണ്ടാണ്. അതൊരു ഇമാജിനറി ക്യാരക്ടറായിട്ടാണ് നമുക്ക് കഥയിൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത്. ആ നറേറ്റർ തന്നെ കണ്ടെത്തിയിട്ടുള്ള ഒരു ക്യാരക്ടറായിട്ട് പറയാം. അതുപോലെ അവരുടെ ഒരു ഫ്രണ്ടിനെ കുറിച്ച് പറയുന്നുണ്ട്. ഈ നറേറ്ററുടെ ഒരു ഫ്രണ്ടാണ് ജയദേവൻ. ജയദേവനും ഒരു ഇമാജിനറി ക്യാരക്ടറായിട്ടാണ് പറയുന്നത്. ഓക്കെ, അവർക്ക് അവരുടെ കുടുംബത്തിൽ നിന്ന് നമ്മുടെ നറേറ്റർക്ക് തൻ്റെ ഫാമിലിയിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള പല കാര്യങ്ങളും ഒരു ഇമാജിനറി ക്യാരക്ടേഴ്സിനെ കണ്ടെത്തിയിട്ട് അവരിലൂടെ കിട്ടും എന്നൊരു പ്രതീക്ഷയിൽ ജീവിക്കുന്ന ഒരു സ്ത്രീയായിട്ടാണ് നമുക്കിനകത്ത് ആ ഒരു ഇമാജിനറി ക്യാരക്ടേഴ്സിനെ കാണാനായിട്ട് കഴിയുന്നത്. നമുക്കിനി കഥ നോക്കാം. കഥ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ആഫ്റ്റർ എ സീരീസ് ഓഫ് വെർബൽ ഡ്യുവൽസ് ഐ ഡിസൈഡ് ടു ലീവ്. അവർ പറയുന്നത് ആ ഒരു വാഗ്വാദങ്ങൾ അല്ലെങ്കിൽ ആ ഒരു വാദപ്രതിവാദങ്ങൾ അവർ നടത്തുന്നത്, നമ്മുടെ നറേറ്റർ നടത്തുന്നത് തൻ്റെ ഹസ്ബൻഡുമായിട്ടാണ്. തൻ്റെ ഹസ്ബൻഡായിട്ടുള്ള പുരുഷോത്തമനായിട്ട് അവർക്ക് ഒരുമിച്ച് പോകാനായിട്ട് സാധിക്കുന്നില്ല. എന്തൊക്കെയോ കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ അങ്ങനെ പല സ്ഥിരമായിട്ടുള്ള വഴക്കുകൾ കഴിഞ്ഞതിന് ശേഷം പല വഴക്കുകൾ വരുമ്പോൾ നടന്നിട്ടുണ്ട്. എന്താണെങ്കിലും അവർ തീരുമാനിച്ചു ഇനി ഞാൻ ഇവിടെ വിട്ട് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവരെന്ത് ചെയ്യുന്നു, അവരുടെ ക്ലോത്ത്സ്, ബുക്സ്, റൈറ്റിംഗ് മെറ്റീരിയൽസ് ഇതെല്ലാം തന്നെ പാക്ക് ചെയ്ത് വയ്ക്കുകയാണ്. പാക്ക് ചെയ്തതിന് ശേഷം അവരൊരു ടെലഗ്രാം അയക്കുന്നുണ്ട് ഓണ്ട് മേബിളിന്. ഓൺ മേബിളിൻ്റെ അടുത്തേക്കാണ് അവർ പോകുന്നത്. ഓൺ മേബിളിൻ്റെ അടുത്തേക്ക് താൻ വരികയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെലഗ്രാം അവർ അയക്കാനായിട്ട് പോകുന്നുണ്ട്. ടെലഗ്രാം സെൻഡ് ചെയ്തതിന് ശേഷം അവർ തിരിച്ചു വരുന്ന വഴിയിൽ, ഓഫീസിൽ നിന്ന് തിരിച്ചു വരുന്ന വഴിയിൽ അവർ പുരുഷോത്തമന് ഫോൺ ചെയ്യുന്നു. ഓക്കെ, പുരുഷോത്തമന് ഓഫീസിലേക്ക് ഫോൺ ചെയ്തതിന് ശേഷം അറിയിക്കുന്നുണ്ട്, ഞാനിങ്ങനെ ഓൺ മേബിളിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്, അങ്ങോട്ട് പോകാനൊക്കെയായിട്ട് ടെലഗ്രാം കൊടുത്തിട്ടുണ്ട്, ഞാൻ അങ്ങോട്ടേക്ക് അയച്ചിട്ടുണ്ട്, ഞാൻ ഇന്ന് ഈവനിങ്ങിലെ ട്രെയിനിൽ ഞാൻ അങ്ങോട്ടേക്ക് പോവുകയാണ്. ഉടനെ പുരുഷോത്തമൻ പറയുന്നത് എങ്ങനെയാണ്, യു ഹാവ് നോ സച്ച് ഓണ്ട്, നിനക്ക് അങ്ങനെ ഒരു ആൻറ്റി ഇല്ല. ഡോൺ കിക്ക് അപ്പ് ട്രബിൾ എഗെയിൻ, കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കരുത്, നിനക്കങ്ങനെ ഒരു ഓണ്ടില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാക്കുന്നത് ഈ ഒരു ഓണ്ടെന്ന് പറയുന്നത് ഒരു ഇമാജിനറി ക്യാരക്ടറാണ്. തനിക്കൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഒരു ആശ്വാസം കണ്ടെത്താനായിട്ട് അവർ തന്നെ ക്രിയേറ്റ് ചെയ്തൊരു ക്യാരക്ടേഴ്സായിട്ടാണ് ഇതിനകത്ത് ഓൺ മേബിളിനെയും ജയദേവനെയും പറയുന്നത്. ദെൻ പുരുഷോത്തമൻ ഫോണിൽ കൂടെ തന്നെ പറയുന്നുണ്ട്, വെയിറ്റ് ടിൽ ഐ കം ഹോം, ഞാൻ വരുന്നവരെ നീ വെയിറ്റ് ചെയ്യും, നീ ഇപ്പോൾ എവിടെ നിന്നാണ് വിളിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിനുശേഷം റിസീവ് വയ്ക്കുന്നുണ്ട്. അപ്പം ഇനി ഈ ഒരു ഓൺ മേബിളിൻ്റെ അടുത്തേക്ക് പോകാനായിട്ട് ഇതിന് മുൻപും ഇവർ ഇവിടെ നിന്ന് വീട്ടിൽ നിന്ന് പോകാനായിട്ട് മുമ്പ് ശ്രമിച്ചിട്ടുണ്ട്. പക്ഷേ നറേറ്റർ പറയുന്നത് ഇനി അങ്ങനെയല്ല, ഇപ്രാവശ്യം ഞാൻ ഉറപ്പായിട്ട് പോകും, പഴയതുപോലെ അല്ല. അതിനുശേഷം അവർ പല കാര്യങ്ങളും അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുള്ള അല്ലെ എന്തുകൊണ്ടാണ് അവർ ഈ ഒരു പുറപ്പെടലെന്ന് ഉള്ളത് അതിൻ്റെ റീസൺ അങ്ങോട്ട് പറയുന്നുണ്ട്. അവരുടെ റീസൺ അവർ പറയുന്നത് എങ്ങനെയാണ്, യെസ്റ്റർഡേ ഐ വാസ് ഇൻ ഡീപ്പ് തോട്ട് അബൌട്ട് മൈ ന്യൂ വർക്ക്, ഒരു എഴുതാനായിട്ട് ഒരു വളരെ സീരിയസ് ആയിട്ടുള്ളൊരു മാറ്റർ എഴുതാനായിട്ട് അവർ റൈറ്റിംഗ് അത്രത്തോളം അവർക്ക് താല്പര്യം ഉള്ളതുകൊണ്ട് തന്നെ വളരെ സീരിയസ് ആയൊരു മാറ്റർ എഴുതാനായിട്ട് ഞാനിങ്ങനെ ഒരു കോറിഡോറിൽ ഇരിക്കുകയായിരുന്നു. ഓക്കെ, ഒരു ഗ്രാസ് മാറ്റിൽ അവരിങ്ങനെ കോറിഡോറിൽ ഇരിക്കുകയായിരുന്നു. അപ്പോൾ ശരിക്കും അവരുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു നോവൽ എഴുതുക, വളരെ സീരിയസ് ആയൊരു തീം വെച്ചിട്ടുള്ളൊരു നോവൽ എഴുതുക. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അവർക്ക് ഫീൽ ചെയ്തത് ഇങ്ങനെയാണ്, വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള കുറേ ഷാഡോസ് ആ കോറിഡോറിൻ്റെ കോർണറിൽ നിന്നിട്ട് അവരെ നോക്കുന്നുണ്ട്, അവിടെ ഇങ്ങനെ ചുറ്റിപ്പറ്റി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇത് അവരെ കുറച്ച് അണീസിയാക്കി, അവർ ഡിസ്റ്റർബ്ഡായി. അത് കഴിഞ്ഞിട്ട് അവർ മനസ്സിലാക്കുന്നത് അവരിയ്ക്കുന്ന കോറിഡോറിൻ്റെ രണ്ട് വശത്തുമുള്ള ചുവരുകൾ അത് മൂവ് ചെയ്യാണ്. ആ വാൾസ് എന്ത് ചെയ്തു, മൂവ് ചെയ്ത് അടുത്തേക്ക് വരുന്നുണ്ട്. അവർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ നറേറ്റർക്ക് എന്തെങ്കിലും ചെയ്യാനായിട്ടോ എന്തെങ്കിലും പറയാനായിട്ടോ ഒന്നും പറ്റുന്നതിന് മുൻപ് തന്നെ ഈ വാൾസ് ക്രെപ്റ്റ് ചെയ്ത് അവരുടെ അടുത്തേക്ക് വന്ന് അവരെ ക്രഷ് ചെയ്യുന്നു. അതേ സമയത്ത് എയറും ലൈറ്റും എല്ലാം അവർക്ക് കിട്ടാതെയായി, അവിടെ വെളിച്ചമില്ലാതെയായി, അതുപോലെ തന്നെ എയർ കിട്ടുന്നില്ല, അവർക്ക് ഒന്ന് ശ്വാസം പോലും എടുക്കാൻ പറ്റുന്നില്ല. അവരവിടെ കിടന്ന് ഇങ്ങനെ പെടയുകയാണ്. ആ വാൾസിൻ്റെ ഇടയിൽ ക്രഷ്ഡായിട്ട് അവരിങ്ങനെ അവിടെ കിടന്ന് പെടയുന്നുണ്ട്. അപ്പോൾ വാൾസ് അവർ പറയുന്നത് വിച്ച് ലുക്ക്ഡ് പൊസസ്ഡ്, ഒരു പ്രേതബാധ കൂടിയതുപോലെ ആ വാൾസ് ഇവരെ ക്രഷ് ചെയ്തിങ്ങനെ പിടിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഈ പറയുന്ന ഇൻസിഡൻറ്റ് തലേ ദിവസം സംഭവിച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഉദ്ദേശിക്കുന്നതെന്ന് പറയുന്നത് അവർ ആ ഒരു വീട്ടിൻ്റെ അകത്ത് വളരെ ശ്വാസം മുട്ടി ജീവിക്കുകയാണ്, അവർക്ക് ഫ്രീഡം ഇല്ല, അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊന്നും ചെയ്യാനായിട്ട് സാധിക്കുന്നില്ല. ഇനി വേറൊരു ഇൻസിഡൻറ്റ് അവർ പറയുന്നുണ്ട്, വൺ ഡേ ഐ വെൻറ്റ് ഔട്ട്, അവർ പുറത്തേക്ക് ഒരു ദിവസം കുറച്ച് മുൻപേ ആയിരിക്കാം, ഒരു ദിവസം അവർ പുറത്തേക്ക് പോയി. അവർ തിരിച്ച് വീട്ടിലേക്ക് വന്നപ്പോഴേക്കും ഡോറിൻ്റെ അടുത്ത് എത്തിയപ്പോഴേക്കും ആ വീടിൻ്റെ ഫ്രണ്ടിലുള്ള ഗ്രില്ല്, അയൺ ഗ്രില്ല് എന്ത് ചെയ്തു, അത് ഒന്ന് ബെൻഡ് ആവുകയും ഒരു വാക്സ് പോലെ എന്ത് ചെയ്തു ഇവരുടെ
അവരെ ക്രഷ് ചെയ്യുകയും ചെയ്തു. അതുപോലെ തന്നെ വേറൊരു ഇൻസിഡൻറ്റ് പറയുന്നത്, അനദർ ഡേ ദ വെസൽസ് പൈൽഡ് അപ്പ് അണ്ടർ ദ വാട്ടർ ടാപ്പ് ഫോർ വാഷിംഗ് സഡൻലി സ്റ്റുഡ് അപ്പ് ആൻഡ് ബിഗൻ ടു സ്പീക്ക്. ഒരു ദിവസം അവർ നോക്കുമ്പോഴേക്കും വാഷ് ചെയ്യാനായിട്ട് വെച്ചിരുന്ന വെസൽസ് എല്ലാം തന്നെ ആ ടാപ്പിൻ്റെ താഴെയായിട്ട് സിങ്കിനകത്ത് ഇട്ടിരുന്ന വെസൽസ് എല്ലാം തന്നെ എല്ലാം എഴുന്നേറ്റ് നിൽക്കുകയാണ്. സ്റ്റുഡ് അപ്പ്, അവരെല്ലാം എഴുന്നേറ്റ് നിന്നിട്ട് ഇവരോട് സംസാരിക്കുകയാണ്, ഈ പാത്രങ്ങളെല്ലാം. പിന്നെ ഒരു സംഭവം എന്ന് പറയുന്നത് എന്താണ്, ഈ എഴുന്നേറ്റ് നിന്ന പാത്രങ്ങളൊക്കെ തന്നെ വളരെ സ്റ്റിങ്കിങ് ആയിട്ടുള്ള ഒരുപാട് റബ്ബിഷ് ആയിട്ടുള്ള വേസ്റ്റുകൾ അവിടെ ഇവിടെ ആയിട്ട് ഇങ്ങനെ കൂനയായിട്ട് എന്താണ് ഇടാനായിട്ട് തുടങ്ങി. കുഞ്ഞുങ്ങളെ പ്രസവിക്കുന്ന പോലെ എന്നാണ് പറയുന്നത്, ദേ ഗേവ് ബർത്ത് ടു, അല്ലെങ്കിൽ എന്ത് ചെയ്തു അവിടെ ആയിട്ട് നിക്ഷേപിക്കാനായിട്ട് തുടങ്ങി. അത് ആ അടുക്കളയിൽ മാത്രമല്ല, ഡൈനിങ് റൂമിലും അവരിരിക്കുന്ന ആ ഭാഗത്തൊക്കെ ആയിട്ട് ഈ എന്താണ് കഴുകാനുള്ള ആ പാത്രങ്ങൾ വേസ്റ്റ് അവിടെ ആയിട്ട് ഇങ്ങനെ നിക്ഷേപിക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ ശരിക്കും ഇത് കണ്ടപ്പോഴേക്കും ഇവർക്ക് വൊമിറ്റ് ചെയ്യാനാണ് തോന്നിയത്. ശരി, അവർ വൊമിറ്റ് ചെയ്തു. എങ്ങനെ, അവരുടെ ഇൻഡസ്ട്രി വരെ പുറത്തു വരുന്ന രീതിയിൽ അവർ വൊമിറ്റ് ചെയ്തു. ലൈക്ക് എ ക്യാരക്ടർ ഇൻ അബ്സേർഡ് പ്ലേ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ ആ വീടിനകത്തുള്ള എന്താണ് ഡൊമസ്റ്റിക് ലൈഫിൽ അവർക്ക് ചെയ്യേണ്ട ഡെയിലി വർക്കുകൾ, ഫാമിലി ചോസ്, ഇതൊക്കെ തന്നെ അവർക്ക് വളരെ സഫോക്കേറ്റിംഗ് ആയിട്ട് തോന്നി. വീട്ടിനകത്തുള്ള എന്താണ് അവർക്ക് ഒരുപാട് ജോലികൾ അവർക്ക് ഒരുപാട് കൂടുതലാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർക്ക് ഒരുപാട് സഫോക്കേറ്റിംഗ് ആയിട്ട് തോന്നുന്നുണ്ട്. ഐ കോൺ സ്റ്റാൻഡ് ഇറ്റ് ഈസ് ടെറിബിൾ, ഐ നീഡ് പീസ് ആൻഡ് ക്വയറ്റ്. അപ്പോൾ അങ്ങനെ അവർ തീരുമാനിക്കുന്നു, എനിക്കിനി ഇവിടെ ജീവിക്കാൻ പറ്റില്ല, എനിക്ക് പീസ് ആവശ്യമാണ്, എനിക്ക് കുറച്ചൊന്ന് സമാധാനം വേണം. അതിനെന്ത് ചെയ്യണം, ഓൺ മേബിളിൻ്റെ വീട്ടിലേക്ക് പോകണം. ഇനി അതിനുശേഷം ആ കഥയിലവർ പറയുന്നത് ഓൺ മേബിളിൻ്റെ വീട് എങ്ങനെയാണ്. അപ്പോൾ ഇവിടുത്തെ വീടിൻ്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ്. ഒരുപാട് ജോലികളുണ്ട്, അവർക്ക് ഒന്നിനും ഫ്രീഡം ഇല്ല. അതുപോലെ തന്നെയാണ് ആ വീട് തന്നെ ഇവരെ ഇങ്ങനെ ക്രഷ് ചെയ്യുന്ന പോലെയൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. ആകെ ഒരു സമാധാനക്കേട്. അപ്പോൾ ഓൺ മേബിളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോൾ അവിടുത്തെ കണ്ടീഷൻ എങ്ങനെയാണ്? ഓൺ മേബിൾസ് ഹൗസ് ഹാസ് നോ വാൾസ്. ആ വീടിൻ്റെ പ്രത്യേകത അവിടെ ചുവരുകളില്ല. അത് ഉണ്ടായിരിക്കുന്നത് എങ്ങനെയാണ്? വളരെ തിന്നായിട്ടുള്ള, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മിസ്റ്റീരിയസ് സ്ക്രീൻസ് ഉപയോഗിച്ചിട്ടാണ് ആ ഓൺ മേബിളിൻ്റെ വീടുകളിലെ ചുവരുകൾ നിർമ്മിച്ചിട്ടുള്ളത്. അവിടെ ഗ്രില്ലുകളില്ല, ബോൾട്ടില്ല, നെർവ്സ് മാത്രമേ ഉള്ളൂ. അതുപോലെ ത്രോബിങ് വെയിൻസ് ആൻഡ് ആർട്ടറീസ്. ആ വീടൊരു ഹാർട്ട് പോലെയാണ്. ഒരു ഹാർട്ട് എങ്ങനെയാണ് ഒരു മനുഷ്യൻ്റെ ജീവിതം, അവൻ്റെ ജീവൻ നിലനിൽക്കാനായിട്ട് സഹായിക്കുന്നത്, അതുപോലെ ഒരു ഹാർട്ട് പോലെ വെയിൻസും നെർവ്സും ആർട്ടറീസും ഒക്കെ ഉള്ള ഒരു ഹാർട്ട് പോലെയാണ് ഓൺ മേബിളിൻ്റെ ഹൗസ് നമ്മുടെ നറേറ്റർക്ക് ഫീൽ ചെയ്യുന്നത്. മാത്രമല്ല ആ വീടിൻ്റെ ബാക്ക് ഡ്രോപ്പിൽ പുറകുവശത്തായിട്ട് അവിടെ ഒരു വലിയൊരു ഓപ്പൺ സ്പേസാണ്. അവർക്ക് അവിടെ കൂടെ നിന്നാൽ ഒരു വലിയ സീസ്കേപ്പ് കാണാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ആ വീട്ടിൽ അവർക്ക് സ്വന്തമായിട്ടൊരു മുറിയുണ്ട്. അതിന് 3 വിൻഡോസ് ഉണ്ട്. അത് തുറന്നു കഴിഞ്ഞാൽ വളരെ ദൂരെയുള്ള സ്ഥലങ്ങൾ, അതായത് ചക്രവാളം വരെ അവർക്ക് കാണാനായിട്ട് സാധിക്കും. അവിടെ ഇരുന്ന് അവർക്ക് വായിക്കാനായിട്ട് സാധിക്കും, എഴുതാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ അവിടെയാണെങ്കിലോ ഈ അവർ എഴുതാനായിട്ട് അവർക്ക് എന്താണ് ഐഡിയാസ് പലതുണ്ട്. അവരുടെ ഐഡിയാസിനെ ആരും അവിടെ തടയിടാറില്ല. പ്രത്യേകിച്ചും അവിടെ ഉള്ളത് ഓൺ മേബിളാണ്. അവരവരുടെ ഡേർട്ടി ലിനൻ, ഇവരുടെ തോട്ട്സിന് മുകളിലായിട്ട് മറയ്ക്കാറില്ല. പക്ഷേ സ്വന്തം വീട്ടിലാണെങ്കിൽ ഇവർക്ക് അതിനുള്ള ഫ്രീഡം ഇല്ല. എനിക്കിഷ്ടമുള്ളത് എഴുതാനായിട്ടുള്ള ഫ്രീഡം ഇല്ല. നീ അങ്ങനെ എഴുതരുത്, ഇങ്ങനെ എഴുതരുത്, ഇന്നത് മാത്രം എഴുതാവൂ. അവരുടെ ചിന്തകൾക്ക് പോലും അവരുടെ ഐഡിയാസിൽ പോലും റെസ്ട്രിക്ഷൻ വയ്ക്കുന്ന ഒരു ഹസ്ബൻഡാണ് ഇവർക്കുള്ളത്. പക്ഷേ ഓൺ മേബിളിൻ്റെ വീട്ടിൽ അവർക്ക് അതിനുള്ള ഒരു ബുദ്ധിമുട്ടുമില്ല. അവർക്ക് സ്വന്തമായിട്ട് എന്ത് വേണമെങ്കിലും അതിനകത്ത് ആ വീട്ടിനകത്ത് അവർക്ക് എഴുതാനായിട്ട് സാധിക്കും. അവരുടെ ഉള്ളിൽ, അവരുടെ മൈൻഡിൽ ഷേപ്പ് ചെയ്ത് വരുന്ന പല ഐഡിയാസ് ഉണ്ട്, ഒരുപാട് ഐഡിയാസ് ഉണ്ട്. അതിനെ ആരും അവിടെ കല്ലെറിഞ്ഞ് ഉടയ്ക്കാറില്ല. സോ അതുകൊണ്ട് അവരങ്ങോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുകയാണ്. അതിനുശേഷം നറേറ്റർ പറയുന്നത് അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് അവരുടെ ഹാർട്ട് വളരെ ഹെവിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് അവർക്ക് ഒരുപാട് എഴുതാനായിട്ട് ആഗ്രഹമുണ്ട്. അവർ എഴുതുന്നതിനെക്കുറിച്ചും അങ്ങനെ പല ചിന്തകളും അവരുടെ മനസ്സിൽ, പല ഐഡിയാസ് ഇങ്ങനെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് അവർ പല കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയത്ത് അവർക്ക് വീട്ടിലെ പല കാര്യങ്ങളും ഒരു മെഷീൻ കണക്ക് ചെയ്ത് തീർക്കേണ്ടി വരുന്നുണ്ട്. പലതും അവർക്ക് സംസാരിക്കാൻ തോന്നുന്നെങ്കിലും പലരോട് സംസാരിക്കേണ്ടി വരുന്നുണ്ട്. ഹസ്ബൻഡിനെയും കുഞ്ഞുങ്ങളെയും നോക്കേണ്ടി വരുന്നുണ്ട്. ശരിക്കും ആ ഒരു ഔട്ട്സൈഡ് വേൾഡ് എന്ന് പറയുന്നത് അവർക്കൊട്ടും സഹിക്കാൻ പറ്റാത്ത രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നു. ചില സമയങ്ങളിൽ അവർ സ്റ്റാഗർ ചെയ്തായിട്ടും അല്ലെങ്കിൽ അവർ വീഴാൻ വീഴുന്നതായിട്ടൊക്കെ അവർക്ക് തോന്നുന്നുണ്ട്. അത്രത്തോളം ബുദ്ധിമുട്ട് അവർക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഈ സമയത്ത് അവർ ആഗ്രഹിക്കുകയാണ് ഒരു ഡാർക്ക്നെസ്സിലേക്ക്, ഒരു പ്രൈമോഡിയൽ ഡാർക്ക്നെസ്സിലേക്ക് എനിക്ക് വീണ്ടും എൻ്റെ അമ്മയുടെ ഊമ്പിലേക്ക് വീണ്ടും എനിക്ക് കയറാൻ കഴിഞ്ഞെങ്കിൽ, ഒരു ഔട്ട്വേർഡ് ആയിട്ടുള്ള ഒരു ഡിസ്റ്റർബൻസും ഇല്ലാത്തൊരു ഭാഗത്തേക്ക്, വളരെ സീക്രട്ട് ആയിട്ടുള്ള ഒരു റൂമിലേക്ക്, എൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിലേക്ക് വീണ്ടും തിരിച്ചു കയറാൻ കഴിഞ്ഞെങ്കിൽ, അല്ലെങ്കിൽ അതുപോലൊരു ലേബർ റൂം,
ഇപ്പോൾ ലേബർ റൂം എന്ന് പറയുമ്പോഴേക്കും ഔട്ട്സൈഡ് വേൾഡിന് അതിനകത്ത് പ്രവേശനമില്ല. അപ്പോൾ അതുപോലെ വളരെ സീക്രട്ടായിട്ട് ഒരു ഒതുങ്ങിയ ഒരു സ്ഥലത്തേക്ക് എനിക്ക് മാറി താമസിക്കാൻ കഴിഞ്ഞെങ്കിൽ അത് അങ്ങനെ ഒരു ആഗ്രഹം അവർ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു റീസൺ എന്ന് പറയുന്നത് ഈ ഔട്ട്സൈഡ് വേൾഡിൽ ഇവർക്ക് ഒരു ഫ്രീഡം ഇല്ല. അവർക്ക് ഇഷ്ടമുള്ള ഐഡിയാസ് എഴുതാനായിട്ട് സാധിക്കില്ല. പുരുഷോത്തമൻ ഒരിക്കലും അവർ അനുവദിക്കാറില്ല ഡിഫറൻ്റായിട്ട് എഴുതാനായിട്ട്. അപ്പോൾ പുരുഷോത്തമൻ പറയുന്നത് ആ എഴുതിക്കൊണ്ടിരിക്കുന്ന സെയിം സാധനം തന്നെ അവർ കൂടുതലും എഴുതുന്നത് എന്താണ് പ്രെയർ സോങ്സോ അല്ലെങ്കിൽ സോങ്സ് ഓഫ് പ്രൈസോ ലവ് പോയംസ് ഹിംസ് ഇതൊക്കെയാണ് സ്ഥിരം എഴുതുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെ വീണ്ടും വീണ്ടും എഴുതിയാൽ മതി എന്നതാണ് പുരുഷോത്തമൻ്റെ ഒരു കാഴ്ചപ്പാട്. അപ്പോൾ ഡിഫറൻ്റായിട്ട് ഒന്നും എഴുതാനായിട്ട് അദ്ദേഹം സമ്മതിക്കാറില്ല. അപ്പോൾ സ്ഥിരമായിട്ട് ഇവർ എഴുതിയ ആ സെയിം സ്റ്റഫ് തന്നെ ഉപയോഗിച്ച് ഇവരാകെ ബോറടിച്ചിരിക്കുകയാണ്. മാത്രമല്ല രാധാകൃഷ്ണ ലവ് ആണ് അവർ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ആ ഒരു ഇമേജ് എന്ന് പറയുന്നത് അത് തന്നെ വീണ്ടും വീണ്ടും അവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ സെയിം ഫീലിങ്സാണ്, ആ ഒരു പെയിൻ ഓഫ് സെപ്പറേഷൻ അല്ലെങ്കിൽ ആ സ്പിരിറ്റ് ഓഫ് സാക്രിഫൈസ്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സ്ഥിരമായിട്ട് അവർ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ നെറേറ്റർ എഴുതുന്ന തീം എന്ന് പറയുന്നത് കൂടുതലും ലവ് ബേസ് ചെയ്തിട്ടുള്ളതാണ്, പ്രത്യേകിച്ചും രാധാകൃഷ്ണ ലവ്. പക്ഷേ അവരുടെ വർക്കുകളെ തന്നെ മെയിൽ റൈറ്റേഴ്സ് റിജക്റ്റ് ചെയ്യാണ്. അപ്പോൾ അവർ പറയുന്നത് അവരുടെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് ഈ ലോകത്ത് എന്താണ് ലവ് എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എക്സ്പെൻഡിച്ചറാണ്. കാരണം ആ വേൾഡ് എന്ന് പറയുന്നത് വളരെ ഹംഗ്രിയാണ്. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ ലവിനെ കുറിച്ച് പറയുക എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ എക്സ്പെൻഡിച്ചർ എന്താണ് മെയിൽ റൈറ്റേഴ്സ് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ വർക്ക്സുകളൊക്കെ മെയിൽ റൈറ്റേഴ്സ് റിജക്റ്റ് ചെയ്യുന്നുണ്ട്. നെറേറ്റർക്ക് വീണ്ടും ആലോചിക്കുമ്പോൾ വിഷമമുണ്ട്. കാരണം എന്ന് പറയുന്നത് അവർ ക്രിയേറ്റ് ചെയ്യുന്ന ക്യാരക്ടേഴ്സൊക്കെ തന്നെ എന്താണ് വിമൻ ക്യാരക്ടേഴ്സാണ്. സെയിം ഫീറ്റിലോട്ട് അല്ലെങ്കിൽ പൂജകൾ ചെയ്യുക, പ്രാർത്ഥിക്കുക, ഫ്ലവേഴ്സ് ഓഫർ ചെയ്യുക, അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഇറങ്ങി ഏതെങ്കിലും ഒഴിഞ്ഞ കോണിലിരുന്ന് കണ്ണുനീർ വറുത്തുകൊണ്ടിരിക്കുക, തേങ്ങി കരയുക, അതുപോലെ തന്നെ ഡോറിൻ്റെ പുറകിലോട്ട് മാറിയിരുന്ന് കരയുക, അവരുടെ വിഷമങ്ങളൊക്കെ ഉള്ളിലൊതുക്കിയിരിക്കുക. ഇങ്ങനെയുള്ള സ്ഥിരം കാര്യങ്ങൾ മാത്രമേ അല്ലെങ്കിൽ വിമൻ റൈറ്റേഴ്സിനെ കുറിച്ച് മാത്രമേ അവർ എഴുതുന്നുള്ളൂ. അവർ പറയുന്നത് ഒരു റെവലേഷൻ എനിക്കിനി ആവശ്യമാണ്, ഒരു പുതിയ എക്സ്പീരിയൻസിനെ കുറിച്ച് എഴുതാനായിട്ട്. എന്താണ് അവർക്കൊരു സമയം, അതിൻ്റെ ഒരു സമയം അടുത്തുപോയി അല്ലെങ്കിൽ അത് അത്യാവശ്യമാണെന്ന് അവർക്ക് തോന്നുന്നുണ്ട്. അവർ എഴുതിയിട്ടുള്ള ഈ ലവ് ബേസ് ചെയ്തിട്ടുള്ള എല്ലാ എക്സ്പീരിയൻസും ആ ഒരു കാര്യങ്ങളൊക്കെ തന്നെ ഇവരുടെ മുഖത്തേക്ക് തന്നെ തിരിച്ച് തുപ്പുന്നതായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല മദറോടെന്നുള്ള ആ ഒരു ബാധ്യത അത് അവർക്കൊരു അയൺ ചെയിനായിട്ട് അവരുടെ നെക്കിനെ ക്രഷ് ചെയ്യുന്നത് പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. അപ്പോൾ അവർ ഒരു അമ്മയായിട്ട് ചെയ്യേണ്ട ആ ഒരു കടപ്പാടുകൾ അല്ലെങ്കിൽ ഉത്തരവാദിത്തങ്ങൾ, അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് വേറെ ഒന്നും ചെയ്യാൻ കഴിയാതെ വരിക. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിൽ മദറോടെന്ന് പറയുന്നത് ഒരു അയൺ ചെയിൻ പോലെ അവർക്ക് ഫീൽ ചെയ്യുന്നു. ദെൻ ഈ നെറേറ്റർ പറയുന്നത് ഐ നീഡ് ടൈം ആൻഡ് പീസ്, എനിക്ക് ആവശ്യം എന്ന് പറയുന്നത് സമയവും പീസുമാണ്. അതായത് വളരെ ശാന്തമായിട്ട് ഇരുന്ന് ചിന്തിക്കാനും അതേപ്പറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഡെവലപ്പ് ചെയ്തെടുക്കാനും പല പല ഐഡിയാസിനെ കുറിച്ച് ആലോചിക്കാനും, അപ്പോൾ അങ്ങനെയൊക്കെ ഇരുന്ന് ആലോചിക്കാനുള്ളൊരു സമയം എനിക്ക് ആവശ്യമാണ്. അങ്ങനെ ഇരുന്ന് ആലോചിക്കേണ്ട ഒരു സിറ്റുവേഷൻ, ഒരു പീസ്ഫുള്ളായ ഒരു അറ്റ്മോസ്ഫിയർ എനിക്ക് ആവശ്യമാണ്. പക്ഷേ അതൊന്നും കിട്ടുന്നില്ല. എപ്പോഴെങ്കിലും കുറച്ച് സമയം ഒന്ന് എവിടെയെങ്കിലും ഒരു ഈസി ചെയറിലിരുന്ന് വരാന്തയിൽ ഈസി ചെയറിലിരുന്ന് എന്തെങ്കിലും കുറിച്ചെങ്കിലും ചിന്തിക്കാം എന്ന് വിചാരിച്ചാൽ, പുതിയ പുതിയ ആശയങ്ങൾ ക്രിയേറ്റ് ചെയ്യാം എന്ന് വിചാരിച്ചാൽ അവർക്ക് അപ്പോഴെന്താണ് ഫീൽ ചെയ്യുന്നത്? പുരുഷോത്തമൻ്റെ അണ്ടർ ഗാർമെൻറ്റ്സ്, ബെഡ്റൂമിൽ കുന്നുകൂടി കിടക്കുന്ന അണ്ടർ ഗാർമെൻറ്റ്സ് അത് അവർക്ക് നേരെ പറന്നു വരികയും ഓരോന്നോരോന്നായിട്ട് അവരുടെ മുഖത്തും അവരുടെ നെക്കിലും അവരുടെ ചെസ്റ്റിലും ഒരു അൺബെയറബിൾ സ്റ്റെഞ്ച് ഉണ്ടാക്കിക്കൊണ്ട് അവരുടെ ബോഡിയിൽ ഫുള്ളായിട്ട് ഇങ്ങനെ വന്ന് വീഴുന്നതായിട്ടാണ് അവർക്ക് ഫീൽ ചെയ്യുന്നത്. അത്തരത്തിലുള്ളൊരു ഹ്യൂമിലിയേഷൻ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അതായത് തൻ്റെ ഹസ്ബൻഡിനുള്ള കടപ്പാടുകൾ, അതുപോലെ ആ വീട്ടിലുള്ള ജോലി, അപ്പം ചുരുക്കി പറഞ്ഞാൽ എന്താണ് എല്ലാ കാര്യങ്ങളും ഹസ്ബൻഡിൻ്റെ ഡ്രസ്സ് ഉൾപ്പെടെ അത് വാഷ് ചെയ്യുക, ഇങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്ത് കഴിയുമ്പോഴേക്കും പിന്നെ അവർക്ക് ഒന്ന് ഇരിക്കാനോ ആശ്വസിക്കാനോ ഒന്ന് ചിന്തിക്കാനുള്ള സമയം കിട്ടുന്നില്ല. ഈ ഒരു കോണ്ടെക്സ്റ്റിലാണ് അവർ തീരുമാനിക്കുന്നത് പുരുഷോത്തമൻ വരുന്നതിന് മുൻപേ തന്നെ എനിക്കിവിടെ നിന്ന് പോകണം. അദ്ദേഹം വരുന്നതിന് മുൻപേ തന്നെ എൻ്റെ ലഗേജ് എല്ലാം എടുത്ത് ഞാൻ ത്രഷോൾഡിൽ അവിടെ ചെന്ന് നിൽക്കണം. അദ്ദേഹം വരുമ്പോഴേക്കും എന്ത് ചെയ്യുക, ജസ്റ്റ് പറയുക, അങ്ങ് പോവുക. ആ സമയത്ത് അവർ പറയുന്നുണ്ട്, നെറേറ്റർ പറയുന്നുണ്ട്, ആ സമയത്ത് ഉറപ്പായിട്ടും കുട്ടികളെ കുറിച്ച് അദ്ദേഹം ചോദിക്കും. അവരുടെ മക്കളെക്കുറിച്ച് ചോദിക്കും. അവരെ നോക്കേണ്ട ഉത്തരവാദിത്വം അമ്മയ്ക്കല്ലേ എന്നുള്ളത് ഉറപ്പായിട്ട് ചോദിക്കും. അപ്പോൾ നെറേറ്റർ പറയുന്നത് ആ ഒരു ചോദ്യം എന്ന് പറയുന്നത് മക്കളെക്കുറിച്ച് ചോദിക്കുന്നത് അല്ല, അവരെ നോക്കാൻ ആരുമില്ല അല്ലെങ്കിൽ അവരുടെ നിസ്സഹായാവസ്ഥയെക്കുറിച്ച് ഓർത്തിട്ടുള്ളൊരു ചോദ്യമായിരിക്കില്ല. ശരിക്കും അദ്ദേഹത്തിന് ദേഷ്യം വന്നിട്ടുള്ളോ ഒരു അഗ്രസീവ് സ്റ്റൈലിൽ ചോദിക്കുന്നതായിരിക്കും. ഇതൊക്കെ തനിക്കറിയാം എന്നുള്ളതും അയാളെ അങ്ങോട്ട് ബോധ്യപ്പെടുത്തണം. അദ്ദേഹം അത് തിരിച്ചറിയണം. നെറേറ്റർ വീണ്ടും ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്, അവർ അക്സെപ്റ്റ് ചെയ്യുന്നൊരു കാര്യമുണ്ട്. ഒരുപക്ഷെ ഞാൻ ഓൺ മേബിളിൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാലും അവിടെ വെച്ചും എനിക്ക് ഇടയ്ക്കിടയ്ക്കെങ്കിലും എൻ്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഞാൻ ചിലപ്പോൾ സങ്കടപ്പെട്ടേക്കാം, ചിലപ്പോൾ ഞാൻ അവരെക്കുറിച്ച് ഓർത്ത് വിഷമിച്ചേക്കാം. പക്ഷേ
അവരുടെ ആഗ്രഹം എന്ന് പറയുന്നത് ആ ഒരു സെപ്പറേഷനിലൂടെ തൻ്റെ മക്കളെക്കുറിച്ച് അവരിടയ്ക്കിടയ്ക്ക് ആലോചിച്ചിരിക്കാം, അവരെ സെപ്പറേറ്റ് ചെയ്യുന്നത് ശരിക്കും അവർക്ക് വളരെ വിഷമമുള്ള കാര്യമാണ്. ചിലപ്പോൾ അവർ പാടി ഉറക്കുക, ആ പാട്ടുകളൊക്കെ ഓർത്തിരിക്കാം. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിൽ പോലും, ആ ഒരു സെപ്പറേഷൻ ആണെങ്കിൽ പോലും എനിക്ക് എന്നെ ഒന്ന് റീക്രിയേറ്റ് ചെയ്യണം, എനിക്ക് ചെയ്യേണ്ട കാര്യങ്ങളൊന്ന് ചെയ്ത് തീർക്കണം, എൻ്റെ ഞാനൊന്ന് എന്നെ തന്നെ ക്രിയേറ്റ് ചെയ്യണം എന്നൊരാഗ്രഹത്തിൽ ഞാനിതെന്ത് ചെയ്യും, തൽക്കാലത്തേക്കൊന്ന് മറക്കും എന്നാണ് നെറേറ്റർ പറയുന്നത്. ഈ സമയത്ത് താൻ ഓൺ മേബിളിൻ്റെ വീട്ടിലായിരിക്കുന്ന സമയത്ത് പുരുഷോത്തമൻ ഇവിടെ ആയിരിക്കും. അപ്പോൾ പുരുഷോത്തമൻ ഇവിടെ ആയിരിക്കുന്ന സമയത്ത് എന്നെ ഇവിടുത്തെ വാൾസ് ഇങ്ങനെ ഞെരുക്കുന്നത് പോലെ പുരുഷോത്തമൻ ഒരുപക്ഷെ ഇവിടുത്തെ വാൾസൊക്കെ ഞെരുക്കാൻ ചാൻസ് ഉണ്ടോ, സാധ്യതയുണ്ടോ? എന്നിട്ട് അവർ തന്നെ പറയുന്നുണ്ട് അങ്ങനെ വരാൻ വഴിയില്ല, കാരണം പുരുഷോത്തമന് നല്ല പവർഫുൾ ആയിട്ടുള്ള മസിൽസ് ഉണ്ട്. മാത്രമല്ല അദ്ദേഹത്തിന് വേറെ എന്തോ കൂടുതലുണ്ട്, സംതിങ് മോർ ഇൻ ഹിസ് സ്കൾ. അദ്ദേഹത്തിന് കുറച്ച് കൂടുതൽ ബുദ്ധി അല്ലെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ വിവരമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരിക്കാം. അപ്പോൾ എന്നെക്കാളും കൂടുതൽ അദ്ദേഹത്തിന് എന്തോ ഉണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ അദ്ദേഹത്തിന് മസിൽ പവർ ഒക്കെ കൂടുതലുള്ളത് കൊണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ആ ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കേണ്ടി വരില്ലായിരിക്കാം. അതിന് ശേഷം നറേറ്റർ ചിന്തിക്കുന്നത് ഇതിനെല്ലാം തന്നെ തനിക്ക് ഓൺ മേബിളിൻ്റെ വീട്ടിൽ പോകാനും അതുപോലെ വളരെ ഫ്രീ ആയിട്ട് അവിടെ ഇരിക്കാനും സാധിക്കണമെങ്കിൽ അതിന് പണം ആവശ്യമാണ്. അപ്പോൾ ഓൺ മേബിൾ എങ്ങനെയായിരിക്കും ഇതിനുള്ള പണം കണ്ടെത്തുന്നത്? ഓൺ മേബിളിൻ്റെ വീട്ടിൽ വളരെ മനോഹരമായൊരു ഹൗസാണ് അവർക്കുള്ളത്. വളരെ ബ്യൂട്ടിഫുൾ ആയൊരു ഗാർഡൻ ഉണ്ട്. അതുപോലെ തന്നെ അവർ ചില ദിവസങ്ങൾ വീട്ടിൽ ഫുഡ് കുക്ക് ചെയ്യാറില്ല, അവർ പുറത്ത് പോയിട്ട് ഫുഡ് വാങ്ങിച്ച് കഴിക്കാറുണ്ട്. അപ്പോൾ ഇതിനൊക്കെ ആണെങ്കിലും പണം ആവശ്യമാണ്. ഇതിനെപ്പറ്റിയൊക്കെ അവർ ചിന്തിക്കുന്നുണ്ട്. അതിനുശേഷം നറേറ്റർ ചിന്തിക്കുന്നത് അവിടെ ഒരു ബാക്കിലായിട്ട് വീടിൻ്റെ പുറകിലായിട്ട് ഒരു സീഷോറുണ്ട്. അപ്പോൾ അതുവഴി വെറുതെ ഈവനിങ്ങിൽ നടക്കുക, അതുപോലെ തന്നെ ഇഷ്ടമുള്ള സ്ട്രീറ്റ് വഴിയൊക്കെ നടക്കുക, കാണാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുക. അതുപോലെ തിരിച്ചു വരുമ്പോഴേക്കും തിരിച്ചു വരുമ്പോഴേക്കും ഓൺ മേബിളിന് കഴിക്കാനായിട്ട് ഫുഡ് വാങ്ങിച്ചിട്ട് വരിക. അപ്പോൾ ഇതൊക്കെ അവർ ആലോചിക്കുമ്പോഴൊക്കെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നുണ്ട്. മാത്രമല്ല ഓൺ മേബിളിൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ റൈറ്റേഴ്സിനെ കാണാനായിട്ട് സാധിക്കും. ആ റൈറ്റേഴ്സ് ഇടയ്ക്കിടയ്ക്കൊക്കെ മീറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ നറേറ്റർ പറയുന്നുണ്ട് തനിക്ക് ഇതുവരെയും അങ്ങനെ റൈറ്റേഴ്സിൻ്റെ ഒരു ഡിസ്കഷനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് അവരുടെ കയ്യിൽ ഒരു പഞ്ചലോഹ റിംഗ് ഉണ്ട്. ആ ഒരു പഞ്ചലോഹം കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ളൊരു റിംഗ്, അതെന്ന് പറയുന്നത് തൻ്റെ ഫ്ലഷിലോട്ട് അത് ഇറങ്ങി ഇരിക്കുകയാണ്. ഈ ഒരു റിംഗ് താൻ ജനിച്ച സമയത്ത് തൻ്റെ അമ്മ തനിക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കി കൊടുത്തതാണ്. അപ്പോൾ ഈ ഒരു പഞ്ചലോഹ റിംഗ് എന്ന് പറയുന്നത് അത് സജസ്റ്റ് ചെയ്യുന്നത് ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള എല്ലാ കെട്ടുപാടുകളും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കുറേ ഉത്തരവാദിത്തങ്ങൾ ഇതൊക്കെ ഇങ്ങനെ അവരെ അടിച്ചേൽപ്പിക്കുന്ന രീതിയിലാണ്. അപ്പോൾ ആ ഒരു കെട്ടുപാടിനാണ് ആ ഒരു പഞ്ചലോഹ റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ നറേറ്റർ പറയുന്നത് ഈ ഒരു പഞ്ചലോഹ റിംഗ് അവരുടെ ശരീരത്തിലേക്ക്, അവരുടെ ഫ്ലഷിലേക്ക് ഇങ്ങനെ ആഴ്ന്നിറങ്ങിയിട്ട് അതിങ്ങനെ കുറേ മുട്ടകളിടുകയാണ്. ആ മുട്ടകളിട്ടിട്ട് അതിൽ നിന്ന് കൂടുതൽ ചെറിയ ചെറിയ റിങ്സ് ഉണ്ടായി വരികയാണ്. അതായത് അവിടെ കെട്ടുപാടുകൾ, അവരുടെ ബുദ്ധിമുട്ടുകളും അതുപോലെ തന്നെ അവരുടെ ഉത്തരവാദിത്തങ്ങളും എല്ലാം ഒരുപാട് കൂടുതലായി വരികയാണ്. ഈ സമയത്ത് നറേറ്റർ ഒരു കാര്യം കൂടെ ഓർക്കുന്നുണ്ട്. അതായത് ചില സമയങ്ങളിലും അവരുടെ ഫ്രണ്ട്സ്, പോയിട്ടായിട്ടുള്ള ഫ്രണ്ട്സ്, അവർ ബ്രിഡ്ജിൻ്റെ റെയിലിങ്സിൽ ഇരുന്നിട്ട് ചില ലിറ്റററി ഡിസ്കഷൻസ് ഒക്കെ നടത്താറുണ്ട്. അപ്പോൾ അവർ ശ്രദ്ധിക്കുന്ന സമയത്ത് ഈ ലിറ്റററി ഡിസ്കഷൻ നടത്തുന്ന അവരുടെ പോയിട്ടായിട്ടുള്ള ഫ്രണ്ട്സ്, അവരുടെ എല്ലാവരുടെയും പുറകിൽ തന്നെ വളരെ വണ്ടർഫുൾ ആയിട്ടുള്ള വിങ്സ് ഉണ്ട്, വളരെ ഗോൾഡൻ വിങ്സ് ഉണ്ട്. ഈ ഗോൾഡൻ വിങ്സ് അവരിങ്ങനെ വിരിച്ച് സന്തോഷത്തോടെ അവരിരുന്ന് സംസാരിക്കുകയാണ്. അപ്പോൾ ആ ഒരു റിവറിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ ഫുള്ളായിട്ട് സ്പ്രെഡ് ചെയ്തിരിക്കുന്ന ആ ഒരു ഗോൾഡൻ വിങ്സ്, അപ്പോൾ ഈ ഒരു സന്ധ്യാസമയത്ത് അതിൽ നിന്നുള്ള സൂര്യൻ നിന്നുള്ള ചെറിയൊരു പ്രകാശമൊക്കെ അടിക്കുമ്പോഴേക്കും ഈ വിങ്സ് ഗ്ലിറ്റർ ചെയ്യാറുണ്ട്. വളരെ ഫണ്ടാസ്റ്റിക് ഉള്ളൊരു സൈറ്റായിട്ടാണ് അതിനെക്കുറിച്ച് അവർ പറയുന്നത്. ചില സമയത്ത് ഈ ഡിസ്കഷൻസ് കേൾക്കാനായിട്ട് അവിടെ ഓഡിയൻസ് വരാറുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നറേറ്റർ ഓഡിയൻസിൻ്റെ ഇടയിൽ ചിലപ്പോൾ അങ്ങോട്ടേക്ക് ജോയിൻ ചെയ്യാറുണ്ട്. ചിലപ്പോൾ അവർ വെജിറ്റബിൾ മാർക്കറ്റിൽ പോയിട്ട് വരുന്ന സമയത്തോ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ ക്ലിനിക്കിൽ കാണിച്ചിട്ട് തിരിച്ചു വരുന്ന വഴിയിലോ ഒക്കെ ആയിരിക്കാം ഈ ഡിസ്കഷൻ നടക്കുന്നതും ഇവരവിടെ ഒന്ന് നിന്നിട്ട് ഒന്ന് ശ്രദ്ധിക്കുന്നത്. പക്ഷേ നമ്മുടെ നറേറ്റർ പറയുന്നത് അപ്പോൾ ഇവരെ കണ്ടാൽ ആ ഡിസ്കഷൻ നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകൾ ഒരുപാടൊന്നും പിന്നെ കണ്ടിന്യൂ ചെയ്യാറില്ല. അപ്പോൾ ഇവരങ്ങനെ കൂടുതൽ പ്രോത്സാഹിപ്പിക്കാറുമില്ല. ആ ഡിസ്കഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവരെ നോക്കിയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ വെജിറ്റബിൾസൊക്കെ വാടുകയാണല്ലോ, അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾ കരയാറായല്ലോ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ നിങ്ങളെ വീട്ടിലേക്ക് ആക്കാനായിട്ട് വരേണ്ടതുണ്ടോ, സന്ധ്യയായല്ലോ എന്ന് പറഞ്ഞ് ഇവരുടെ ഒരു ആ ഒരു ലിറ്റററി ആക്ടിവിറ്റിയിലോട്ട്, ആ ഡിസ്കഷനിലേക്ക് ഇവരെ കൂടെ കൂട്ടാതെ ഇവരൊരു ഡൊമസ്റ്റിക് ലൈഫിലോട്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ ഇതല്ല,
അതാണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇവരെ മാറ്റി നിർത്തുന്ന രീതിയാണ് കാണുന്നത്. എന്നാൽ ഇതുപോലുള്ള ഓപ്പൺ ഡിസ്കഷൻസ് നമ്മുടെ നരേറ്റർക്ക് ഒരുപാട് ഇഷ്ടമാണ്. അവർ പറയുന്നത് ഇതുപോലുള്ള ഡിസ്കഷൻസ് ഒരാളുടെ ലൈഫിനെ തന്നെ മാറ്റിമറിക്കുമെന്നാണ്. സോ അങ്ങനെ അവർക്ക് അവിടെ നിന്ന് കേൾക്കാൻ സമയം ഇല്ലാത്തത് കൊണ്ട് തന്നെ അവരെന്ത് ചെയ്യാറുണ്ട്, ഈ പോയി ഫ്രണ്ട്സ് എൻ്റെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട്. ഉറപ്പായിട്ടും ഈ ഫ്രണ്ട്സ് തങ്ങളുടെ വീട്ടിലേക്ക് വരും. അവർ വന്നിട്ട് എന്തെയാണ് ചെയ്യുന്നത്, വരാന്തയിൽ പുരുഷോത്തമൻ്റെ ഒപ്പം ഇരുന്ന് സംസാരിക്കും. അപ്പോൾ ഈ സമയം അത്രയും നമ്മുടെ നാരേറ്റർ അടുക്കളയിൽ അവർക്ക് കഴിക്കാനുള്ള ഫുഡും ടീയുമൊക്കെ ഉണ്ടാക്കി അവർ ബിസി ആയിരിക്കും. അങ്ങനെ അവർക്ക് ആഹാരമെല്ലാം കൊടുത്തതിന് ശേഷം പാത്രങ്ങളെല്ലാം കഴുകി വൃത്തിയാക്കി എല്ലാം ഒതുക്കി വെച്ചതിന് ശേഷം അവരൊരു ഇതൊക്കെ കേൾക്കാൻ അല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങളൂടെ പറയാനായിട്ട് ആ ഒരു മാനസികാവസ്ഥയിൽ മുറ്റത്തേക്ക് വരുമ്പോഴേക്കും ഫ്രണ്ടിലേക്ക് വരുമ്പോഴേക്കും അവരുടെ ഡിസ്കഷനൊക്കെ കഴിഞ്ഞ് അവർ കോട്ടുമായിട്ട് പോകാനായിട്ട് ഇവർ കൊടുത്ത ആഹാരത്തെ നന്ദിയും പറഞ്ഞ് ഇറങ്ങുകയായിരിക്കും ചെയ്യുന്നത്. തൻ്റെ വീട്ടിലെ അവസ്ഥ ഇപ്പോൾ ഇതാണ്. ഈ ഒരു സിറ്റുവേഷനിലാണ് ഓൺ മേബിളിൻ്റെ വീട്ടിലേക്ക് പോകുമ്പോഴേക്കും അവിടെ റൈറ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ടാകും. അവർക്ക് ഒരുപാടൊന്നും അവരോട് സംസാരിക്കാൻ അങ്ങോട്ട് പറയാനൊന്നും ഇല്ലെങ്കിൽ പോലും അവർക്കതെല്ലാം കേൾക്കാനൊരു അവസരം കിട്ടും. സോ അങ്ങനെ കേൾക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും, അതിനകത്തൊരു കമ്പാരിസൺ പറയുന്നുണ്ട്. എങ്ങനെയാണോ ചൂട് കൊണ്ട് സൂര്യപ്രകാശം കൊണ്ട് ബേക്ക് ചെയ്യപ്പെട്ട ഡെസേർട്ട് റെയിൻ മഴവെള്ളം വലിച്ചെടുക്കുന്നത്, അതുപോലെ ഈ കേൾക്കുന്ന കാര്യങ്ങളെല്ലാം അബ്സോർബ് ചെയ്യാനായിട്ട് തനിക്ക് സാധിക്കും. സ്ത്രീയായി പോയതിൽ മാറ്റി നിർത്തപ്പെടുക എന്ന് പറയുന്നത് എത്രത്തോളം സഹിക്കാൻ പറ്റാത്ത അവസ്ഥയാണെന്നുള്ളതാണ് നറേറ്ററുടെ പറയുന്നത്. നറേറ്റർ പറയുന്നത് എപ്പോഴെങ്കിലും പുരുഷോത്തമൻ തൻ്റെ ആവശ്യപ്രകാരം തൻ്റെ ഒപ്പം ഒരു ലിറ്റററി ഡിസ്കഷന് വരികയാണെങ്കിൽ അദ്ദേഹം എന്തായിരിക്കും ചെയ്യുന്നത്, അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഭാഷ നോക്കിക്കൊണ്ടേയിരിക്കും. അദ്ദേഹത്തിന് ഒരു താല്പര്യമില്ലാത്ത കാര്യമാണ്. ഒരു 6 മണി ആകുമ്പോഴേക്കും അദ്ദേഹം കോട്ട് വേടാൻ തുടങ്ങും. അല്ലെങ്കിൽ ആരും കാണാതെ തന്നെ ഇങ്ങനെ വിളിക്കും, നമുക്ക് തിരിച്ച് വീട്ടിലേക്ക് പോകാം എന്നൊരു സൂചനയിൽ തന്നെ വിളിക്കും. എന്നാൽ തൻ്റെ ഓണ്ടിൻ്റെ അടുത്ത് പോകുകയാണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു പ്രശ്നം ഉണ്ടാകില്ല. തനിക്ക് ആരുടെയും ഡിസ്റ്റർബൻസ് ഇല്ലാതെ ഇഷ്ടമുള്ളതുപോലെ അത് ഇരുന്ന് വായിക്കാനോ കേൾക്കാനോ അല്ലെങ്കിൽ കടലിൽ നോക്കിയിരിക്കാനോ ചിന്തിക്കാനോ എഴുതാനോ ഒക്കെ ഉള്ള സമയം കിട്ടും. സോ നറേറ്റർ പറയുന്നത്, ഞാൻ അതുകൊണ്ട് എന്ത് ചെയ്യാണ്, എൻ്റെ എല്ലാ സാധനങ്ങളും പാക്ക് ചെയ്ത് ഈ ബാഗിനകത്തോട്ട് വെച്ചിട്ട് ഞാൻ പോവുകയാണ്. പക്ഷെ അവർ വിചാരിക്കുന്നത് കുറച്ച് പണം തന്ന് സഹായിക്കാനായിട്ട് എനിക്ക് ഏതെങ്കിലും ഫ്രണ്ട് ഉണ്ടായിരിക്കുമോ. ഈ സമയത്ത് അവരുടെ ഒരു ഫ്രണ്ട് ജയദേവനെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ജയദേവനെ കുറിച്ച് പറയുന്നത് അവർ തന്നെ പറയുകയാണ്, ഇറ്റ് വാസ് മൈ ഫ്രണ്ട് ജയദേവൻ ഹു അഡ്വൈസ് മീ ടു ഗോ ടു ഓൺ മേബിൾസ് ഹൗസ് ടു റൈറ്റ് എ ബുക്ക്. ഒരു ബുക്ക് എഴുതാനായിട്ട് തന്നെ അങ്ങോട്ടേക്ക് പോകാൻ പ്രേരിപ്പിച്ചത് തന്നെ ഈ ജയദേവനാണ്. അവർ പറയുന്നത് ഈ ജയദേവൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, അദ്ദേഹം ഒരുപാട് അറിവുള്ള ആളാണ്. ഇവർ തമ്മിൽ ഒരുപാട് സംഭാഷണങ്ങൾ ഒരുപാട് ഡിസ്കസ് ചെയ്യാറുണ്ട്, കാര്യങ്ങൾ ചർച്ച ചെയ്യാറുണ്ട്. അപ്പോൾ ഈ ഒരു ചർച്ചയിലൂടെ തന്നെ അവരുടെ അറിവ് കൂടുതൽ എക്സ്പാൻഡ് ചെയ്ത് വരികയാണ് ചെയ്യുന്നത്. ദെൻ നറേറ്റർ പറയുന്നത്, ഓൺ മേബിളിൻ്റെ ഒരു വളരെ മനോഹരമായ വീടാണ്. അങ്ങോട്ടേക്ക് പോകുമ്പോഴേക്കും ഞാനവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ലവ് ഫ്ലവർ ചെയ്യാനായിട്ടുള്ള ഒരു ചാൻസ് ഉണ്ടായിരിക്കാം. പക്ഷേ ഒരിക്കലും ജയദേവനായിട്ടൊരു ജയദേവനായിട്ടൊരു ഇൻറ്റിമസി ആ ഒരു റിലേഷൻഷിപ്പിലോട്ട് എത്തിച്ചേരാനായിട്ട് താൻ ആഗ്രഹിക്കുന്നില്ല. ജയദേവനും അത് ആഗ്രഹിക്കുന്നില്ല. ജയദേവൻ അത് പറയുന്നുമുണ്ട്, എല്ലാ റിലേഷൻഷിപ്പും ലവിൽ എൻഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധവുമില്ല. സോ അവർ തമ്മിലൊരു റിലേഷൻഷിപ്പ് എന്ന് പറയുന്ന ഒരു അൺകണ്ടീഷണൽ ഫ്രണ്ട്ഷിപ്പാണ്. അവർ തമ്മിൽ കാണുമ്പോഴേക്കും ഒരുപാട് സന്തോഷമാണ് അവർക്ക്. ഒരുപാട് ഒരുമിച്ച് പാട്ടുകൾ പാടാറുണ്ട്, പഴയ കുട്ടിക്കാലത്തെ കാര്യങ്ങൾ പറഞ്ഞ് അവർ ചിരിക്കാറുണ്ട്. എന്നാൽ താൻ ഈ ഒരു ഫ്രണ്ടിനെക്കുറിച്ച് ജയദേവനെക്കുറിച്ച് പുരുഷോത്തമനോട് സംസാരിക്കുകയാണെങ്കിൽ അദ്ദേഹം പൊട്ടിത്തെറിക്കും. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്, ലൈ വിഷ് ഓൺ മേബിൾ വിഷ് ജയദേവൻ ഡോണ്ട് ബി ക്രേസി ഗോ അവേ. അപ്പം ഏത് ഓൺ മേബിളാണ്, ഏത് ജയദേവനാണ്, നിനക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, നിനക്ക് വട്ടാണോ എന്ന രീതിയിലാണ് പുരുഷോത്തമൻ ചോദിക്കുന്നത്. അപ്പം നറേറ്റർ പറയുന്നത് ഇതൊരു പുരുഷോത്തമൻ്റെ ഒരു സ്ട്രാറ്റജിയാണ്. അപ്പം തനിക്ക് ബ്രെയിനിന് എന്തോ പ്രശ്നമുണ്ട് അല്ലെങ്കിൽ മാഡ്നസ് ആണ് എന്ന് കാണിക്കാനായിട്ട് പുരുഷോത്തമൻ ഇങ്ങനെ പറയുന്നതാണ്. എന്താണെങ്കിലും ഇനി എനിക്കത് അംഗീകരിക്കാനായിട്ട് സാധിക്കില്ല, ഞാൻ എന്തായാലും പോകാനായിട്ട് തീരുമാനിച്ചിരിക്കുകയാണ്. ഐ ഷുഡ് ബി അറ്റ് ദ ത്രഷോൾഡ് റെഡി ഫോർ ദ ജേർണി ബിഫോർ പുരുഷോത്തമൻ അറൈവ്സ്. ഇനി എന്തായാലും അദ്ദേഹം വരുന്നതിന് മുൻപ് ഞാൻ റെഡിയായിട്ട് ഫ്രണ്ടിൽ ഡോറിൽ വരെ അവിടെ പോയി നിൽക്കണം. ഇനി ഒരു സെക്കൻഡ് തൊട്ടിന് ഒരു ചാൻസ് കൊടുക്കാനായിട്ട് സാധിക്കില്ല. അവർ പറയുന്നത് എല്ലാ സാധാരണ അവരിങ്ങനെ ഇറങ്ങി പോകാനായിട്ട് നിൽക്കുമ്പോഴേക്കും പുരുഷോത്തമൻ വന്ന് വീണ്ടും അവരോട് വളരെ റൊമാൻറ്റിക്കായിട്ട് വന്ന് സംസാരിക്കാറുണ്ട്. അദ്ദേഹം പറയുന്നത്, വിത്തൗട്ട് യു മൈ ലൈഫ് ഈസ് ഇമ്പോസിബിൾ. അപ്പോൾ ഇങ്ങനത്തെ സംസാരങ്ങൾക്കൊന്നും ഇനി ഞാൻ ചെവി കൊടുക്കില്ല. അദ്ദേഹം എന്നെ ഇങ്ങനെ പറ്റിക്കുകയാണ്. ഇവരെന്ത് ചെയ്യുന്നു, അവരുടെ ബാഗൊക്കെ എടുത്ത് ഷോൾഡറിലേക്ക് ഇട്ടിട്ട് അവരുടെ കയ്യിലുണ്ടായിരുന്ന പണം കയ്യിലെടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങേണ്ടി നിൽക്കുകയാണ്. അപ്പോൾ അവർ ത്രിശോളുടെ അടുത്തേക്ക് ഡോറിൻ്റെ അടുത്തേക്ക് എത്തുന്നതിന് മുൻപ് തന്നെ പുരുഷോത്തമൻ വളരെ വേഗം ഓടി കിതച്ച് എത്തുകയാണ്. അദ്ദേഹം ചോദിക്കുന്നത്, സ്റ്റാർട്ടഡ് അഗൈൻ, വീണ്ടും പുറപ്പെടാൻ വേണ്ടി തുടങ്ങിയോ. അപ്പോൾ അതിൽ നിന്ന് കിതക്കുകയാണ്, ഓടി പിടച്ച് അദ്ദേഹം വന്നതാണ്.
അദ്ദേഹം വളരെ തമാശ പോലെ അല്ലെങ്കിൽ കളിയൊക്കെ കൊണ്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുരുഷോത്തമൻ എന്ത് ചെയ്യുന്നു, വളരെ സിമ്പതിയോട് കൂടെ തന്നെ ആ ബാഗിനെ ഷോൾഡറിൽ നിന്ന് പതുക്കെ എടുത്തിട്ട് അവൾ അകത്തേക്ക് കൂട്ടിക്കൊണ്ട് പോകാൻ ശ്രമിക്കുന്നു. എന്നാൽ നറേറ്റർ അവർ ഷേക്ക് ചെയ്തിട്ട് അദ്ദേഹത്തെ അങ്ങോട്ട് മാറ്റിവിടുന്നു. ഐ എം ഓഫ് ടു ഓൺ മേബിൾസ്, ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോഴും അദ്ദേഹം ചോദിക്കുന്നത് ഇങ്ങനെയാണ്, ഹൂ ദ ഹെൽ ഈസ് ദിസ് ഓൺ മേബിൾ, ഹി ഷൗട്ട്സ്. അപ്പം ആരാണിത്? ഐ ക്രോസ് ദ ത്രഷോൾഡ് ആൻഡ് വാക്ക് ഔട്ട്, ലെറ്റ് ഹിം കണ്ടിന്യൂ ടു യൂസ് ഹിസ് ടാക്ടിക്സ്. എന്നാണെങ്കിൽ അവർ തീരുമാനിച്ചിട്ട് തിരിച്ചൊരു പോക്കില്ല, പുറത്തേക്ക് അവർ ഇറങ്ങാനായിട്ട് നിൽക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് അവർ പുറത്തേക്ക് ഇറങ്ങി ഗേറ്റ് വരെ എത്തുന്നു. ഗേറ്റിന് ചെന്നതിന് ശേഷം അവർ തിരിഞ്ഞ് നോക്കുമ്പോഴേക്കും പുരുഷോത്തമൻ അവിടെ നിൽക്കുകയാണ്, ഡോർ സ്റ്റെപ്പിൽ എന്തോ ചിന്തിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ അദ്ദേഹത്തെ ആരോ പണിഷ് ചെയ്തതുപോലെ ഒരു ഫീലിംഗാണ് നറേറ്റർ കിട്ടുന്നത്. അപ്പോൾ എന്താണ് അവർ പറയുന്നത് ഇങ്ങനെയാണ്, ഇപ്പോൾ അദ്ദേഹം ഹെൽപ്ലെസ് ആണ്, അദ്ദേഹമൊക്കെ നിൽക്കട്ടെ. ആരാണ് അദ്ദേഹത്തെ പണിഷ് ചെയ്തത്, എന്തിനാണ് അദ്ദേഹത്തെ പണിഷ് ചെയ്തത്, അദ്ദേഹം അത് മനസ്സിലാക്കാത്ത രീതിയിൽ അവിടെ കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കുകയാണ്. അപ്പോൾ നറേറ്റർ പറയുന്നത്, എനിക്കത് കണ്ടുപിടിച്ച് കൊടുക്കേണ്ട കാര്യമില്ല, അദ്ദേഹത്തിന് അത് കണ്ടെത്തട്ടെ, ആ കാര്യത്തിൽ ഞാൻ ഹെൽപ്ലെസ് ആണ്. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് നമ്മുടെ നറേറ്റർ അവർ മുന്നോട്ടേക്ക് നടക്കുകയാണ്. ഈ നടക്കുന്ന സമയത്ത് മൈ ഹാൻഡ്സ് ടച്ച് ദ ഹൊറൈസൺ ആൻഡ് കം ബാക്ക്, അവരുടെ കൈകൾ ഹൊറൈസൺ വരെ എത്തിയത് അവർക്ക് ഫീൽ ചെയ്യുന്നു. അതായത് ഒരു വളരെ വിശാലമായ ലോകത്തേക്ക് അവർ ഇറങ്ങിയതുപോലെ, അവർ ആഗ്രഹിച്ച ഫ്രീഡം കിട്ടിയതുപോലെ. എ വിങ്ഡ് വിൻഡ് സ്റ്റിrs ഫ്രീ ദ സ്ട്രാൻഡ്സ് ഓഫ് മൈ ഹെയർ ആൻഡ് ദ ഫോൾഡ്സ് ഓഫ് മൈ ക്ലോത്ത്സ്. ഒരു കാറ്റ് വന്നിട്ട് അവരുടെ മുടിയിഴകളെയൊക്കെ ഇങ്ങനെ പറത്തുന്നതായിട്ടും അവരുടെ തുണികളെ ഇങ്ങനെ കാറ്റത്ത് ആടി ഉലയുന്നതായിട്ടും ഒരു വിശാലതയിലോട്ട് അവർ ഇറങ്ങിത്തിരിക്കുന്നവർക്ക് തോന്നുന്നുണ്ട്. മൈ ഹെയർ അൺലൂസസ് ഇറ്റ് സെൽഫ്, സോസ് ആൻഡ് ടച്ച് ദ സ്കൈ ആൻഡ് മൈ സ്കേർട്ട് വോൾസ് റൗണ്ട് ഇൻ എ വൈഡ് സർക്കിൾ ആൻഡ് കവേഴ്സ് ദ എർത്ത്. അവരുടെ ഹെയർ ഇങ്ങനെ അൺലൂസിനായിട്ട് അത് ആകാശത്തേക്ക് പൊങ്ങി ആകാശത്തോളം പോയി എത്തുന്നതായിട്ടൊക്കെ ഫീൽ ചെയ്യുന്നുണ്ട്. അവരുടെ സ്കേർട്ട്, അവർ ഉപയോഗിച്ചിരുന്ന അവരുടെ ഡ്രസ്സ്, അതിങ്ങനെ ചുറ്റി ആ എർത്തിനെ തന്നെ കവർ ചെയ്യുന്നത് പോലെ അത്രത്തോളം ഒരു വളരെ വിശാലമായ ലോകത്തേക്ക് എല്ലാ സന്തോഷവും എല്ലാവരും ആഗ്രഹിച്ച എല്ലാ ഫ്രീഡവും കിട്ടുന്ന രീതിയിലോട്ട് അവർ എത്തിയതായിട്ട് ആ ഒരു ജേർണി തുടങ്ങിയപ്പോഴേക്കും അവർക്കത് ഫീൽ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയാണ് ആ കഥ അവസാനിക്കുന്നത്. നമുക്ക് ടെക്സ്റ്റിനകത്ത് തന്നിരിക്കുന്ന ഒരു സമ്മറി വായിച്ച് നോക്കാം. ഇൻസൈഡ് എവരി വുമൺ റൈറ്റർ, translated by V.C. Harris, revolves around the universal theme of human desire for freedom. Here, it is specifically about a woman writer's craving for release from a very oppressive set of circumstances. As a woman, she is crushed by never-ending domestic chores, her responsibilities as a wife and mother, the demands of her subtly manipulative husband, and the restrictions on her socializing and mobility. As a writer, she faces equally troubling challenges because men do not want her to be truly creative and unorthodox in her thinking. Thus, there are publishers who expect her to churn out stories with the same theme and stereotypical structures, and fellow male writers who do not expect her to handle intellectual debates or serious conversations. Worsening the already troubled situation is her relative poverty that comes in the way of her truly independent existence. ഒരു സ്ത്രീ ആയതുകൊണ്ട് അവർക്ക് വീട്ടിനകത്ത് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഡൊമസ്റ്റിക് ലൈഫിനകത്ത് ഒരു വൈഫിൻ്റെയും ഒരു മദറിൻ്റെയും ഡ്യൂട്ടീസ് ഒരുപാടുണ്ട്. അതുപോലെ തന്നെ സോഷ്യലി അല്ലെങ്കിൽ അവർക്ക് സൊസൈറ്റിയിൽ നിന്ന് ഒരു സപ്പോർട്ട് കിട്ടുന്നില്ല, ഒരു റൈറ്റർ എന്ന രീതിയിലൊരു സപ്പോർട്ട് കിട്ടുന്നില്ല. അവർ എഴുതുന്നത് പബ്ലിഷ് ചെയ്യാനായിട്ട് ആൾക്കാരില്ല. മാത്രമല്ല അവർക്ക് പുതിയ പുതിയ തീംസ് കണ്ടെത്താനായിട്ട് അല്ലെങ്കിൽ അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനായിട്ട് അവരുടെ സൊസൈറ്റിയിൽ ഇവിടെ നമുക്ക് പുരുഷോത്തമനാണ് നമുക്ക് അവരെ സപ്പോർട്ട് ചെയ്യാത്തത്. മാത്രമല്ല ഇൻ്റലക്ച്വലായിട്ടുള്ള ഡിസ്കഷൻസിനകത്ത് മെയിൽ റൈറ്റേഴ്സ്, മെയിൽ പുരുഷന്മാർ അല്ലെങ്കിൽ മെയിൽ ഡോമിനേറ്റഡ് സൊസൈറ്റി ഇവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. ഡിബേറ്റുകളിലോ അല്ലെങ്കിൽ സീരിയസ് കോൺവെർസേഷനകത്തോ ഒന്നും ഇവരെ ഇൻക്ലൂഡ് ചെയ്യിക്കുന്നില്ല. അപ്പോൾ ഇവർക്ക് അതിനുള്ളൊരു ഇൻ്റലക്റ്റ് ഇല്ലാത്ത രീതിയിലാണ് ഇവരെ മാറ്റി നിർത്തുന്നത്. അപ്പോൾ ഇങ്ങനെ വളരെ ഷബിൾഡ് ആയിട്ടുള്ള സിറ്റുവേഷനാണ്. മാത്രമല്ല പോവർട്ടി, അപ്പോൾ സ്വന്തമായിട്ട് വരുമാനമില്ലാത്തത് കൊണ്ട് തന്നെ തനിക്ക് ഇഷ്ടമുള്ളതുപോലെ ജീവിക്കാനോ അല്ലെങ്കിൽ തനിക്ക് ആഗ്രഹിക്കുന്ന പോലെ പെട്ടെന്ന് പോകാനോ സാധിക്കാത്ത രീതിയിൽ പണത്തിൻ്റെ ഒരു കുറവ് അതും ഇവരെ അലട്ടുന്നുണ്ട്. Although the patriarchal nature of human society has been noticed, complained about and opposed all over the world, gender equality continues to be a dream in most families and countries. Perhaps that is the root cause of all sorrow and depravity we notice all around us. The purpose of such compositions is to sensitize people to this concept and thus contribute towards building
an egalitarian and just foundation for the society. An interesting aspect of the story is that although the protagonist is nameless, her husband is named Purushothaman, the ideal man. നമ്മുടെ ഒരു പാട്രിയാർക്കൽ സൊസൈറ്റിയിൽ ജെൻഡർ ഈക്വാലിറ്റി എന്ന് പറയുന്നത് അതൊരു ഡ്രീം തന്നെയാണ്. ഏതൊരു ഫാമിലിയിലും ഏതൊരു കൺട്രിയിലും അതിപ്പോഴും ഒരു ഡ്രീമായിട്ട് തന്നെ പോവുകയാണ്. സോ ഇതിനെക്കുറിച്ചൊരു അവബോധം കൊടുക്കാനായിട്ട് ഇതുപോലുള്ള സ്റ്റോറീസ് നല്ലതുപോലെ ഉപകരിക്കുന്നുണ്ട്. ഈ കഥയ്ക്കകത്തുള്ളൊരു ഇൻട്രസ്റ്റിംഗ് ആസ്പെക്റ്റ് എന്ന് പറയുന്നത് ഈ സ്റ്റോറിയിലെ പ്രൊട്ടാഗണിസ്റ്റിന് ഒരു നെയിമില്ല, ഷീസ് നെയിംലെസ്. അത് ഏതൊരു സ്ത്രീ വേണമെങ്കിലും ആകാം. എന്നാലും ഇവിടെ പുരുഷന്മാരാണെങ്കിലോ ഹസ്ബൻഡിൻ്റെ പേരുണ്ട്, ഹീസ് പുരുഷോത്തമൻ. അതായത് പുരുഷന്മാരെന്ന് പറയുന്നതൊക്കെ ഉത്തമന്മാരാണ്, അല്ലെങ്കിൽ അവരൊക്കെ ഐഡിയൽ മാനാണ്. എന്നാൽ സ്ത്രീ എന്ന് പറയുന്നത് എല്ലാവരും ഒന്നുപോലെ ഈക്വലാണ്. ആ ഒരു കൺസെപ്റ്റാണ് മിക്കവാറും എല്ലാ പാട്രിയാർക്കൽ സൊസൈറ്റിയിലെ ആളുകൾ വെച്ച് പുലർത്തുന്നത്. സോ ഇങ്ങനൊരു സ്റ്റോറിയാണ് ഇതിനകത്ത് സാറ ജോസഫ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ഈ കഥ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൂടുതൽ വായിക്കുക, പോയിൻറ്റ്സ് കണ്ടെത്തുക. താങ്ക് യു.